Hi everyone. ഇന്നത്തെ റെസിപ്പി ഒരു പ്രോൺസ് തോരനാണ്. നമ്മൾ ബീൻസ് തോരനും ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് തോരൻ. ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിപ്പോൾ. ഒരു പാൻ വെച്ചത് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 2 ചുമന്ന മുളകും പിന്നെ കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു തേങ്ങയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന മാതിരി, ഒരുപാട് ബ്രൗൺ ആവേണ്ട, ഒരു ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്ന ഒരു ഫ്യൂ മിനിറ്റ്സ്. പിന്നെ അതിനകത്തേക്ക് 2 വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടി, ഒരു 10-15 ചെറിയുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ചെറിയുള്ളി ഒന്ന് സോഫ്റ്റ് ആവണ വരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അത് ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്കൊരു മിക്സിയിൽ കുറച്ച് തേങ്ങയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 2 സ്പൂൺ പെപ്പറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അരയ്ക്കണ്ട. നമ്മൾ തോരനും അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചതച്ചെടുക്കുന്ന പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇതിപ്പോൾ കുരുമുളക് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. അപ്പം നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിനകത്തേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസാണ്. ചെറിയ പ്രോൺസാണ് തോരൻ ഉണ്ടാക്കാൻ നല്ലത്. വലിയ പ്രോൺസ് ആണെങ്കിൽ അതൊന്ന് മുറിച്ചോ. ചെറിയ പ്രോൺസ് ആകുമ്പോൾ നന്നായിട്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറിയ പ്രോൺസ് ആകുമ്പോൾ. അപ്പോൾ അത് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തോ. എൻ്റെ അടുത്ത് കറിവേപ്പില ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇടാത്തത്. സോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും നല്ല മണമൊക്കെ കിട്ടും. സോ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിനകത്ത് തനിയെ വെള്ളമുണ്ട്, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളമൊക്കെ റിലീസായി. അപ്പോൾ നമുക്കിത് തുറന്ന് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. പ്രോൺസ് ചെറിയ പ്രോൺസ് ആണ്, പെട്ടെന്ന് വേവും. അതുകൊണ്ട് വെള്ളം തുറന്ന് വെച്ചിട്ട് നമുക്കിത് വെള്ളം വറ്റിച്ചെടുക്കാം. തോരനല്ലേ, വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ പ്രോൺസ് തോരൻ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. സോ I hope you like the video. Thank you so much for watching, and if you like the video, please like, share and subscribe.